ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് സുഡാനിൽ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സൈന്യം. അർദ്ധസൈന്യം 72 മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സൈന്യത്തിന്റെയും നടപടി. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഹരിത ചേരുന്നു. ഹരിത, എങ്ങനെയാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്? ഇപ്പോഴും ആ ഒരു പ്രഖ്യാപനം അത് നിലവിൽ വന്നോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംഘർഷം ഇപ്പോഴും ഉണ്ടോ? ഭദ്ര, സുഡാനിൽ 72 മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടനെ തന്നെ സുഡാനിൽ രക്ഷാദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വ്യോമനാവിക സേനകൾക്ക് അതിന് നിർദ്ദേശം നൽകി തുടങ്ങിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ തകർന്നതിനാൽ കടൽ മാർഗമാണ് ഒഴിപ്പിക്കൽ ശ്രമം ഊർജിതമാക്കാൻ ശ്രമിക്കുന്നത്. സൗദിയിലേക്കോ ഈജിപ്തിലേക്കോ എത്തിച്ച് വ്യോമമാർഗം വഴി കൊണ്ടുവരാനാണ് ഇതിലെ നീക്കം എന്നാണ് അറിയാൻ സാധിച്ചത്. ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ചായിരുന്നു ലോകരാജ്യങ്ങളുടെ അപേക്ഷ പരിഗണിച്ചാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ട് ആണ് ഇപ്പോൾ അവിടെയുള്ള ഈ ഒരു 3 ദിവസത്തെ കാലയളവിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം വരെ 300 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇന്നത്തെ കണക്കുകൾ അനുസരിച്ച് 413 പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം 3500 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പരിക്കേൽക്കുകയും ചെയ്തതായി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിലായാലും അവിടെ പൂർണ്ണമായിട്ടും സംഘർഷാവസ്ഥ ഒഴിഞ്ഞിട്ടില്ല എങ്കിലും ഇപ്പോഴും ഭീതി സാഹചര്യത്തിൽ തുടരുന്ന സാഹചര്യത്തിലും വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. എങ്കിലും രക്ഷാപ്രവർത്തന എംബസികൾ വഴി മാത്രമേ ഇവർക്ക് ഒരു നീക്കം നടത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ ഒരു 3 ദിവസത്തെ ഈ ഒരു 72 മണിക്കൂർ നേരത്തെ ഈ വെടിനിർത്തലിന് ഉള്ളിൽ അവർക്ക് കൂടുതൽ മികച്ച രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ആൾക്കാരെ സുഡാൻ വ്യോമനാവിക സേനകൾക്ക് നിർദ്ദേശം നൽകിയതിലൂടെ കൂടുതൽ ആൾക്കാരെ കുടുങ്ങിക്കിടക്കുന്ന അപകട മേഖലകളിലുള്ള ആൾക്കാരെ ഒഴിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഭദ്ര, അതുപോലെ തന്നെ ഹരിത, നമുക്കറിയാം കഴിഞ്ഞ ദിവസം, അതായത് ഈ UN-ന്റെ ഒക്കെ അഭ്യർത്ഥന മാനിച്ച് 24 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷേ എന്നിരുന്നാലും അത് ഈ 24 മണിക്കൂർ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും സംഘർഷം അവിടെ രൂക്ഷമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. അത്തരം എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പോഴും പല രാജ്യങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഈ ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ചുകൊണ്ട് 3 ദിവസത്തെയൊക്കെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഏതെങ്കിലും ഒരു ചെറിയ പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇരു വിഭാഗവും വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോകാൻ അത്തരത്തിലുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ? വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഖർത്തൂമിൽ പോരാട്ടത്തിന് ശമനം ഉണ്ടായില്ല എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 24 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും സംഘർഷാവസ്ഥ തുടർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിലും ഈ 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഖർത്തൂമിൽ ഇതേ സാഹചര്യം തന്നെ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വരുന്നത്. അതേസമയം UN അടക്കമാണ് ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തോട് ഒരു അപേക്ഷ പറഞ്ഞിരുന്നത്. അതേസമയം വെടിനിർത്തൽ സംബന്ധിച്ച് സുരക്ഷിതമായ ആൾക്കാരെ മാറ്റാൻ ശ്രമിക്കുമെന്ന നീക്കമാണ് നടക്കുന്നത്. സമ്പൂർണ്ണമായി വെടിനിർത്തലില്ലെങ്കിൽ ഈ വിദേശ പൗരന്മാർ ഒഴിപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. എങ്കിലും അവിടുത്തെ ഒരു ഭീതി സാഹചര്യം നിലവിലത്തെ ഇപ്പോഴും അവിടെ ഒഴിഞ്ഞിട്ടില്ല. എവിടെയൊക്കെയാണ് ആൾക്കാർ പെട്ടുകിടക്കുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതേസമയം ഇതിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി അമേരിക്ക കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ശരി ഹരിത, ഈ ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ചുകൊണ്ട് ഇപ്പോൾ സുഡാനിൽ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൈന്യം. കഴിഞ്ഞ ദിവസം 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അർദ്ധസൈന്യവും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു ചെറിയ ആശങ്ക ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇരു വിഭാഗങ്ങളും ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് എല്ലാവരും ഇപ്പോൾ അത്തരത്തിലൊരു ആശങ്കയിലേക്ക് പോകുന്നത്. മാത്രമല്ല ഇന്ത്യക്കാരടക്കം ഈ സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരൊക്കെ രക്ഷിക്കാനുള്ള ഒരു ശ്രമങ്ങളും ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഹരിത.